സംസ്ഥാനത്ത് ഇന്ന് 19 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 68 പേർക്ക് ഡെങ്കിയും 14 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഒരു ഡെങ്കിപ്പനി മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13,849 പേരാണ് പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, എന്തൊക്കെയാണ് ഇന്നത്തെ ഈ പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ്, പകർച്ചപ്പനി, ഡെങ്കിപ്പനി, ഷിഗല്ല, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, എലിപ്പനി, മലേറിയ ഉൾപ്പെടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണക്കുകൾ തെളിയിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് 19 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് 2, കൊല്ലത്ത് 1, എറണാകുളത്ത് 1, തൃശ്ശൂരിൽ 3, കോഴിക്കോട് 9, കണ്ണൂരിൽ 2, മലപ്പുറത്ത് 1 എന്നിങ്ങനെയാണ് ഷിഗല്ല ബാധിതരുടെ എണ്ണം. തിരുവനന്തപുരത്ത് ബാലരാമപുരത്തും പാങ്ങപ്പാറയിലുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലത്ത് കിളികൊല്ലൂരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് മഴുവന്നൂരിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. തൃശ്ശൂരിൽ വള്ളത്തോൾ നഗറിലാണ് 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചത്. മലപ്പുറത്ത് പൂക്കൊട്ടൂർ അവിടെയാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോടാകട്ടെ നാദാപുരം, എലത്തൂർ, മേലടി, വാണിന്മേൽ, തൂണേരി, തിരുവമ്പാടി, മാവൂർ, കൊളത്തറ, വയലട തുടങ്ങിയിടങ്ങളിലാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ പാപ്പിനിശ്ശേരി, ഇരിട്ടി എന്നിവിടങ്ങളിലും ഷിഗല്ല സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ മറ്റു പ്രധാനപ്പെട്ട കണക്കുകൾ കൂടി വരുന്നുണ്ട്. അതായത് 68 പേർക്കാണ് സംസ്ഥാനത്തെമ്പാടുമായി ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. അതിൽ 297 പേർ ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രികൾ ചികിത്സ തേടിയതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. 14 പേർക്ക് ഇന്ന് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം 15 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചിക്കൻ പോക്സ് 80 പേർക്ക്, ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവും ഒരാൾക്ക് മങ്കി പോക്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചപ്പനി ബാധിച്ച ആശുപത്രികളിൽ ചികിത്സ തേടിയതെന്ന് 13,849 പേരാണ്. അതായത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. ഇത്ര അധികം പേർ എന്ന പകർച്ചപ്പനി ബാധിച്ച ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ തന്നെ മലപ്പുറത്താണ് പനി വ്യാപനം കൂടുതൽ. 2,530 പേർ മലപ്പുറം ജില്ലയിൽ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ടെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിലുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ 5 മരണങ്ങൾ, അതായത് ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ഇൻഫ്ലുവൻസ, ഒപ്പം അക്യൂട്ട് എൻസെഫലൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 5 മരണങ്ങൾ കൂടി ഇന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു. അതായത് സംസ്ഥാനത്തെ രോഗവ്യാപനം, പ്രത്യേകിച്ച് പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു. അത് നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദിലീപ്, വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.